എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജന ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയാൻ വേണ്ടി ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പരിഹരിച്ചു തരുന്നതാണ്. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. വിനായക ചതുർത്ഥി, അതായത് ഈ മാസം 27-ാം തീയതി ബുധനാഴ്ചയാണ് വിനായക ചതുർത്ഥി. അപ്പം ചതുർത്ഥി ദിവസം നമുക്ക് ഗണപതി ക്ഷേത്രം ഇല്ലെങ്കിൽ നമുക്ക് വീടിൻ്റെ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ തന്നെ വഴിപാടുകൾ ചെയ്യുക. കഴിവതും ഗണപതി ഒറ്റയ്ക്കുള്ള ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഗണപതി ക്ഷേത്രം ഇല്ലെങ്കിൽ ഉപപ്രതിഷ്ഠയുള്ള ഗണപതി ക്ഷേത്രത്തിൽ വഴിപാടുകളും ചെയ്താലും മതി. അപ്പോൾ വിനായക ചതുർത്ഥിക്ക് നമ്മൾ ഏതൊരു കാര്യവും നമ്മൾ നടക്കാതെ ഇരിക്കുവാണെങ്കിൽ, അതായത് നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകാം. ചിലപ്പം വിവാഹം നടക്കുന്നില്ല, ജോലിക്കാര്യങ്ങൾ, സ്വന്തമായിട്ട് വീട് വേണം, ഇല്ലെങ്കിൽ വാഹനം മേടിക്കണം, പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പം ആ ഒരു ദിവസം നമ്മൾ വിനായകനെ പോയി, അതായത് ഗണപതി ഭഗവാനെ പോയി കണ്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഭക്തിപൂർവം ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ നടക്കും. അതിന് യാതൊരു സംശയമില്ല. ഭക്തജനങ്ങൾ ഭക്തിപൂർവം അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോകുന്ന വഴിപാടുകൾ ചെയ്യുക. ഒപ്പം തന്നെ ഗണപതി ക്ഷേത്രമില്ലെങ്കിൽ ഉപപ്രതിഷ്ഠ ആയിരിക്കുന്ന ഗണപതിയെ കണ്ട് തൊഴുതാൽ മതി. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആ വിനായക ചതുർത്ഥി ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഉള്ള ഒരു കാര്യമാണ് സാമ്പത്തികം. അതായത് മിക്ക ഭക്തജനങ്ങൾക്കും ജോലിയുണ്ട്, അതായത് സാലറി കിട്ടുന്ന സമയത്ത് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്, സാമ്പത്തിക ലാഭമില്ല. ഇപ്പോൾ 2000 കിട്ടിയാലും 3000 ചിലവ്, അനാവശ്യമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്, അതായത് ലാഭമില്ല, അതായത് എപ്പോഴും നഷ്ടങ്ങളുണ്ടാകും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഗണപതി ക്ഷേത്രത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരം എന്താണെന്ന് വെച്ചാൽ, വിനായക ചതുർത്ഥി ദിവസം അന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു കുറച്ച് നാണയം ശേഖരിക്കുക. ഏകദേശം ഒരു 51 രൂപ ചില്ലറ പൈസ. അതിപ്പോൾ 5 ആകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കഴിവതും 1ഉം 2 ഒക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. കഴിവതും ഇച്ചിരി 51 രൂപ ഒരു നാണയം എടുക്കുക. നാണയം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊന്നെങ്കിൽ മഞ്ഞ തുണിക്കകത്ത്, അതായത് മഞ്ഞ ഒരു സാറ്റൻ്റെ തുണി കീറുക. എന്നിട്ട് നമ്മൾ ഈ 51 രൂപ 108 രൂപ, ചിലവർക്കൊക്കെ ചില്ലറ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ 54 വെക്കുക. അഥവാ ഒത്തിരി ചില്ലറ എടുക്കാനുണ്ടെങ്കിൽ 108 ചില്ലറ പൈസ എടുത്തിട്ട് നമ്മൾ മഞ്ഞ തുണിക്കകത്ത് എന്ത് ചെയ്യണം, നമ്മൾ കിഴി കെട്ടണം. അപ്പോൾ കിഴി കെട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഒഴിയുന്ന സമയത്ത് ചില്ലറ താഴെ പോകാൻ പാടില്ല. അപ്പോൾ അതേപോലെ നല്ലപോലെ മുറുക്കെ നമ്മൾ കിഴി കെട്ടിയിട്ട് ഗണപതി, അതായത് വിനായക ചതുർത്ഥി ദിവസം ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു 3 തവണ നമ്മുടെ തലക്കൊഴിയണം. തലക്കൊഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട എന്താണ്, സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറുക, സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ച് ഗണപതി ഭഗവാന്റെ മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞ് നടക്കി കൊണ്ട് സമർപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സാലറി കിട്ടുന്ന സമയത്ത് അനാവശ്യപരമായ നഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല, കടബാധ്യതകൾ ഉണ്ടാകത്തില്ല, സാമ്പത്തിക ലാഭം ഉണ്ടാകും. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും വിനായക ചതുർത്ഥിക്ക് ഇപ്പുറം നാണയങ്ങൾ ശേഖരിച്ച് മഞ്ഞപ്പട്ടിനകത്ത്, കഴിവതും കോട്ടൺ തന്നെ മേടിക്കാൻ നോക്കുക. എന്നിട്ട് മുറുകെ നല്ലപോലെ ഒന്ന് കെട്ടുക. ഒഴിയുമ്പോഴത്തേക്ക് ഈ പൈസ താഴെ പോകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. 3 തവണ ഒഴിയുക. എന്നിട്ട് മഞ്ഞപ്പട്ടിനകത്ത് സാമ്പത്തിക ലാഭത്തിനും, അതായത് സാമ്പത്തിക നഷ്ടങ്ങൾ വരാതിരിക്കാനും കടബാധ്യതകൾ മാറാനും വേണ്ടി ഗണപതി ക്ഷേത്രത്തിൽ മഞ്ഞപ്പട്ടിനകത്ത് ഈ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് ഭക്തജനങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യം വിനായക ചതുർത്ഥി ദിവസം ഭക്തജനങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ സാമ്പത്തികപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് സ്വന്തമായിട്ട് വീട് മേടിക്കാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ വീട് പണി പകുതിക്ക് വെച്ച് മുടങ്ങിക്കിടക്കുന്നത്, പല ജ്യോത്സ്യന്മാരെയും പല വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് വീട് പണി മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ശാന്തിയും സമാധാനം കിട്ടാൻ വേണ്ടി, വീട്ടിലെ ശത്രുദോഷങ്ങൾ മാറാൻ വേണ്ടി, വീട്ടിലെ ഗ്രഹദോഷങ്ങൾ ഇല്ലെങ്കിൽ ആഭിചാര ദോഷങ്ങൾ, വീട്ടിലെ അനർത്ഥങ്ങളൊക്കെ മാറി സൗഭാഗ്യം വന്നു ചേരാൻ വേണ്ടി ഗണപതി ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റുന്ന വഴിപാട്, ഒരു വെള്ളിയുടെ വീട് മേടിക്കുക. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഇല്ലെങ്കിൽ എന്താ പറയുക, അമ്പലത്തിൽ കിട്ടാനുണ്ടെങ്കിൽ അമ്പലത്തിൽ മേടിക്കുക. പക്ഷേ നമ്മൾ നേരത്തെ വെള്ളിയുടെ വീട് മേടിച്ചിട്ട് നമ്മുടെ വീട്, അതായത് നമ്മൾ താമസിക്കുന്ന ഗ്രഹം, അതായത് നമ്മൾ ഇപ്പം വീട് പണി നടക്കുന്നില്ല, പകുതിക്ക് വെച്ച് വീട് പണി നിന്ന് പോകുന്നു, നമ്മൾ നേരത്തെ തന്നെ ആ വീട്ടിൽ പോയി ആ ഒരു വീട് ആരുടെ പേർക്കാണ് ആ വ്യക്തി എന്ത് ചെയ്യണം, 2 കയ്യിലും ഈ വെള്ളിയുടെ വീട് വെക്കണം.
വീട് വെച്ചിട്ട് ഒരു 3 പ്രദക്ഷിണം വെക്കുക. പ്രദക്ഷിണം വെച്ചിട്ട് ഒരു തേങ്ങയായിട്ട്, അതായത് ഒരു നാളികേരമായിട്ട് വിനായക ചതുർത്ഥി ദിവസം എൻ്റെ വീടിൻ്റെതായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരണം. വീട് പണി നടക്കണം. സ്വന്തമായിട്ട് സ്ഥലം മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് വീട് പണിയാനുള്ള തടസ്സങ്ങളും മാറി ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ലോണുകളൊക്കെ വെക്കുമ്പോൾ പാസ്സാകണം. എല്ലാ വിഘ്നങ്ങളും തടസ്സങ്ങളും സർപ്പദോഷങ്ങളും രാഹുർ ദോഷങ്ങളും സമയദോഷങ്ങളും കേതുപരമായ തടസ്സങ്ങളൊക്കെ മാറ്റിത്തരണേ, ഞങ്ങളുടെ വീട് പണി മംഗളമാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ച് ഒരു വെള്ളിയുടെ വീടിൻ്റെ ആരൂപം മേടിച്ച് വീട് ആരുടെ പേർക്കാണോ അവർ എന്ത് ചെയ്യണം, 3 തവണ വീട്ടിൽ പ്രദക്ഷിണം വെച്ച് വിനായക ചതുർത്ഥി ദിവസം ഒരു തേങ്ങയായിട്ട് ഒരു വെള്ളിയുടെ വീട് മേടിച്ച് ഗണപതി ഭഗവാന്റെ നടക്കി വെക്കുക. ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വീട് പണിക്ക് വെച്ചിട്ടുള്ള ലോണുകളൊക്കെ പാസ്സാകാതിരിക്കുക. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പാസ്സായി വരും. നമ്മൾ പല ആൾക്കാരുടെ നിന്ന് കടം ചോദിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ നമുക്ക് തിരികെ, അതായത് നമ്മളിപ്പം ഒരു വ്യക്തിയുടെ കടം ചോദിക്കുക, അപ്പോൾ ആ വ്യക്തി ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ആ തടസ്സങ്ങളൊക്കെ മാറി നമ്മുടെ വീട് പണി നല്ലപോലെ നടക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും, വീട് എൻ്റെ അപ്പൂപ്പൻ്റെ പേർക്കാണ്, അപ്പൂപ്പൻ ഇവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ വീട്ടിലെ ആരെങ്കിലും ചെയ്ത് ഒരു വെള്ളിയുടെ വീട് മേടിച്ച് 3 തവണ പ്രദക്ഷിണം ചെയ്ത് ഒരു തേങ്ങയായിട്ട് ഗണപതി ഭഗവാന്റെ അടുത്ത് വെച്ചാൽ മതി. ഗണപതി കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന ഗണപതി അങ്ങനെ തേങ്ങയുടെ കണ്ണ് പടിഞ്ഞാട്ടിരിക്കണം. പടിഞ്ഞാട്ട് നോക്കിയിരിക്കുന്ന ഗണപതിയാണെങ്കിൽ തേങ്ങയുടെ കണ്ണ് കിഴക്കോട്ട് പോകണം. അപ്പോൾ ഗണപതിക്ക് അഭിമുഖമായിട്ട് ഈ തേങ്ങ വെക്കുക. വെള്ളിയുടെ വീട് തേങ്ങയുടെ കൂടെ തന്നെ ഒരു തൂശനിലയ്ക്കകത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മൾ വീടിന് ഒഴിയണം. അപ്പം നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ വീട് പണിയുടെ തടസ്സങ്ങളെല്ലാം നിങ്ങളും സാമ്പത്തിക ലാഭം ഉണ്ടാകണം, അല്ലേ? അപ്പോൾ ലോൺ പരമായ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാണോന്ന് പ്രാർത്ഥിച്ച് ഗണപതി ഭഗവാനോട് ഈ ഒരു കാര്യം നിൽക്കുമ്പോൾ നിങ്ങളുടെ വീട് പണി നടക്കും. സ്ഥലം മേടിച്ചിട്ടൊക്കെ വീട് പണി പകുതിക്ക് മുടങ്ങിയവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും. അതാണ് ഭക്തിപൂർവ്വം ഈ ഒരു കാര്യം ഞാൻ ചെയ്യാൻ പറഞ്ഞത്. അടുത്ത കാര്യം നമുക്ക് വിവാഹ തടസ്സം. അതായത് വിനായക ചതുർത്ഥി ദിവസം 30, 35 ഇല്ലെങ്കിൽ 40 വയസ്സായിട്ട് നമ്മുടെ വിവാഹം നടക്കുന്നില്ല. അതിന് ഗണപതി ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റുന്ന വഴിപാട്, നമുക്ക് എത്ര വയസ്സുണ്ട് അത്രയും വയസ്സനുസരിച്ച് ഒരു നാരങ്ങമാല കോർത്ത് നടുക്ക് ഗണപതി നാരങ്ങയെ കോർത്ത് വെച്ചിട്ട് ബാക്കി സാധാരണ ചെറുനാരങ്ങ ഇട്ട് മാല കെട്ടി ഗണപതിക്ക് സമർപ്പിക്കുക. ഒന്നും കൂടെ പറയാണ്, ഗണപതി നാരങ്ങ എന്ന് പറയുന്നത് നമ്മൾ ഈ ആയുർവേദ മരുന്നുകളിലും പച്ചമരുന്നുകളിലും കിട്ടുന്നത് ഇച്ചിരിയും കൂടെ മറ്റേ നാരങ്ങയെക്കാട്ടി ഇച്ചിരി മുഴുത്ത നാരങ്ങയാണ്. അത് നടുക്ക് വരുന്ന വിധത്തിൽ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്, ഒരു ഉദാഹരണത്തിന് 28 വയസ്സാണ്. അപ്പോൾ 28 വയസ്സായിട്ടും കല്യാണം നടക്കുന്നെങ്കിൽ 28 നാരങ്ങ മേടിച്ച് കോർത്ത് ഗണപതി ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുക. 30 വയസ്സായിട്ടും കല്യാണം നടക്കുന്നെങ്കിൽ 30 നാരങ്ങ മേടിച്ച് കോർത്ത് ഗണപതി ക്ഷേത്രത്തിൽ കൊണ്ടുവെക്കുക. അപ്പം അതിൻ്റെ നടുക്ക് നോക്കി വലിയ ഇതിൽ ഗണപതി നാരങ്ങ കെട്ടി, ഇല്ലെങ്കിൽ ഗണപതി നാരങ്ങ കെട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ഒരു സമയത്ത് ഗണപതി നാരങ്ങ ഭഗവാന് കൊണ്ട് കൊടുക്കുക. ഗണപതി നാരങ്ങ ഭഗവാന് നടക്കി വെച്ചാലും മതി, കെട്ടാണെങ്കിൽ കെട്ടിയും കൊടുക്കുക. അത് ഭക്തജനുള്ള യുക്തി പോലെ ആ സമയത്ത് ചെയ്താൽ മതി. അപ്പോൾ വിവാഹ തടസ്സമുള്ളവർ വിനായക ചതുർത്ഥി ദിവസം നമുക്ക് എത്ര വയസ്സുണ്ട് ആ വയസ്സനുസരിച്ച് ഗണപതി ക്ഷേത്രത്തിൽ നാരങ്ങമാലയും ഗണപതി നാരങ്ങയും സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിവാഹ തടസ്സം തീർച്ചയായിട്ടും മാറിക്കിട്ടും. ഉദ്ദേശിക്കുന്ന പോലെ നാലാദിക്കുന്ന തന്നെ മംഗല്യങ്ങൾ നിങ്ങളെ തേടി കിട്ടും. ഒപ്പം തന്നെ ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷം മാത്രം അടുത്തുള്ള മാട്രിമോണിയിലോ ബ്ലൂറോയിലോ പത്രത്തിലോ കൊടുക്കുക. അപ്പോൾ അനുയോജ്യമായ ആലോചനകൾ അന്നത്തെ ദിവസം കഴിഞ്ഞ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പം വിവാഹ തടസ്സം നേരിടുന്ന ഭക്തജനങ്ങൾ ചെയ്യേണ്ടത് വിനായക ചതുർത്ഥി ദിവസം എത്ര വയസ്സുണ്ടോ അത്രയും വയസ്സനുസരിച്ച് നാരങ്ങമാല ഗണപതി ക്ഷേത്രത്തിൽ കൊണ്ടിടുക. ഞാൻ വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കി തരാണ്, ഗണപതി നാരങ്ങ നേരത്തെ മേടി വെച്ച് ഗണപതിക്ക് സമർപ്പിക്കുക. എന്നിട്ട് നമ്മൾ പറയുക, ഒത്തിരി വിവാഹ കാര്യങ്ങൾ നോക്കി എല്ലാം തടസ്സപ്പെട്ടിരിക്കുന്നത് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് വേണമെങ്കിൽ നെയ്വിളക്ക് കത്തിച്ച് അന്നത്തെ ദിവസം നമുക്ക് ഭഗവാനോട് പറയുക. തീർച്ചയായിട്ടും ഭക്തജനങ്ങളുടെ മക്കളുടെ വിവാഹ തടസ്സങ്ങൾ മാറി നല്ല ഉദ്ദേശിക്കുന്ന പോലെ ആലോചനകൾ വരുന്നതാണ്. എന്നിട്ടും വിവാഹത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗ്രഹനില എനിക്ക് അയച്ചു തരിക. ഗ്രഹനില നോക്കി വിവാഹ കാര്യങ്ങൾ പരിഹാര കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ്. ചിലപ്പോൾ ഒരു പാവദോഷം ഉണ്ടാകാം, 7ലെ ഗ്രഹങ്ങൾക്ക് ബലമില്ലായ്മ. മിക്ക ആൾക്കാരും പറയാനുണ്ട് പല വഴിപാടുകളും ചെയ്തിട്ട് വിവാഹം നടക്കുന്നില്ല, വിവാഹം വരുന്നുണ്ട് പക്ഷെ കുറയ്ക്കുന്നില്ല. അപ്പം അതാത് നക്ഷത്രക്കാരുടെ ഗ്രഹനിലയിൽ ഏത് പാപഗ്രഹമാണോ വിവാഹത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ആ ഗ്രഹത്തിന് പരിഹാരം കൂടെ ചെയ്തെങ്കിലേ വിവാഹം നടക്കുന്നത്. ഒപ്പം തന്നെ വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് നീങ്ങാൻ വേണ്ടി ഈ വിനായക ചതുർത്ഥി ദിവസം വയസ്സനുസരിച്ച് നാരങ്ങമാല സമർപ്പിക്കുക. ഒപ്പം തന്നെ ഗണപതി നാരങ്ങ സമർപ്പിക്കാം. നമുക്ക് അടുത്ത കാര്യം പറയാനുള്ളത് ജോലിപരമായ തടസ്സങ്ങൾ. അതായത് നിലവിൽ നല്ല പഠിച്ചു നിന്നിട്ട് നല്ല ജോലി കിട്ടുന്നില്ല, വിദേശത്ത് പോകാൻ പറ്റുന്നില്ല, വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. അതായത് പല ഭക്തജനങ്ങൾ വിദേശത്ത് നിന്നിട്ടും ജോലി ഇല്ലാതെ നിൽക്കുന്നത്, സാമ്പത്തികം വരുന്നില്ല. അപ്പോൾ തൊഴിൽപരമായ മേഖലയിൽ തടസ്സങ്ങൾ മാറാൻ വേണ്ടി നമുക്ക് ഐശ്വര്യം വരാൻ വേണ്ടി ഇപ്പം നമ്മൾ ഹോട്ടൽ മേഖല ഇതുപോലെ തന്നെ ബിസിനസ് പരമായ കാര്യങ്ങൾ ഉയർച്ച വരാൻ വേണ്ടി വിനായക ചതുർത്ഥി ദിവസം നമ്മൾ ചെയ്യേണ്ടത് ഭഗവാന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഭക്തജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഉടയാട മേടിക്കുക. ഒപ്പം തന്നെ മുക്കുറ്റി, അതായത് മുക്കുറ്റി കൊണ്ട് അന്നത്തെ ദിവസം ഭഗവാന്
അർച്ചന ചെയ്ത് മേടിച്ച് ആ ഒരു പ്രസാദം നമ്മുടെ സ്ഥാപനത്തിൽ വെക്കുക. ഒന്നും കൂടെ പറയണം, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഉടയാട ഭഗവാന് സമർപ്പിക്കുക. മുക്കുറ്റിയോ കറുകയോ, അതായത് ഗണേശ പുഷ്പം എന്ന് ഉദ്ദേശിക്കുന്ന അരളി, ഈ മൂന്നിലെ ഏതെങ്കിലും ഒരു പുഷ്പം കൊണ്ട് അർച്ചന ചെയ്തിട്ട് ആ പ്രസാദം നമ്മൾ മേടിച്ച് നമ്മുടെ സ്ഥാപനത്തിലോ നമ്മുടെ വീട്ടിലോ വെക്കുകൊണ്ട് നമുക്ക് ഐശ്വര്യം ഉണ്ടാകും. അതായത് അത് നമ്മൾ സാധാരണ രീതിയിൽ വശ്യഗണപതി മന്ത്ര അർച്ചന കൊണ്ട് അർച്ചന ചെയ്തു തരാൻ പറയണം. വശ്യഗണപതി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു തരാൻ പ്രത്യേകം തിരുമേനിയോട് പറയണം. മുക്കുറ്റിയോ കറുകയോ അരളിപ്പോ ഉപയോഗിച്ച് ഇത് ചെയ്യാനാണ്. ചെയ്തിട്ട് ആ ഒരു പ്രസാദം നമ്മുടെ സ്ഥാപനത്തിൽ വെക്കൊണ്ട് നമുക്ക് ബിസിനസ്പരമായ ഉയർച്ച തീർച്ചയായിട്ടും ഭക്തജനം കൊണ്ടാകും. അപ്പോൾ ഈ ഒരു കാര്യം ബിസിനസ്സിലും തൊഴിൽപരമായ തടസ്സങ്ങൾ മാറാൻ വേണ്ടി മുക്കുറ്റിയോ കറുകയോ ഗണേശ കുസുമ, അതായത് അരളി, ഈ പൂ കൊണ്ട് വശ്യഗണപതി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് തിരുമേനിയോട് പറയാൻ പറയണം. ഒപ്പം തന്നെ ഭഗവാന് ഒരു ഉടയാട സമർപ്പിക്കുക, ഒരു വലത്ത് വെച്ച്. അപ്പോൾ ഞാനിത് മുക്കുറ്റി എന്ന് പറഞ്ഞാൽ ചിലയിടത്തൊക്കെ മുക്കുറ്റി കിട്ടാനില്ല, ചിലയിടത്ത് കറുക കിട്ടാനില്ല. അപ്പോൾ അത് കിട്ടാത്ത ഭക്തജനങ്ങൾ അരളിപ്പൂ കൊണ്ട് ചെയ്യാം. അഥവാ ഈ മൂന്ന് ഇതും കിട്ടിയില്ലെങ്കിൽ ഇപ്പം ചില സ്ഥലത്തൊക്കെ ഇത് കിട്ടാതിരിക്കും. അപ്പോൾ സാധാരണ രീതിയിലുള്ള വശ്യഗണപതി മന്ത്രം അർച്ചന ചെയ്തിട്ട് ആ ഒരു പ്രസാദം നമ്മുടെ സ്ഥാപനത്തിൽ വെക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെക്കുക. അപ്പോൾ നമുക്ക് ബിസിനസ്പരമായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഒപ്പം തന്നെ അടുത്ത കാര്യം, വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ തടസ്സം മാറാൻ വേണ്ടി ഒരു തേങ്ങ എടുക്കുക. ആ തേങ്ങയുടെ കണ്ണ് നോക്കി പ്രാർത്ഥിച്ച് 7 തവണ തലക്കുഴിഞ്ഞ് ഗണപതി ഭഗവാനെ വെക്കുക. അത് ഒരു കാരണവശാലും ഉടക്കരുത്, ഗണപതി ഭഗവാനെ നടക്കി വെച്ചാൽ മതി. അപ്പോൾ വിദ്യാർത്ഥികൾ പഠനപരമായ രീതിയിലുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വിനായക ചതുർത്ഥി മാറാൻ വേണ്ടിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ഭക്തിപൂർവ്വം തന്നെ ചെയ്യുക. ഒപ്പം തന്നെ കടബാധ്യതകൾ മാറാൻ വേണ്ടി ഗണപതി ക്ഷേത്രത്തിൽ പോയി വിനായക ചതുർത്ഥി ദിവസം ഗണപതി ഭഗവാന് ഒരു താമര കൊണ്ട് ഒരു മാല ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ താമരമാല മേടിക്കാൻ നമുക്ക് സാമ്പത്തികം കുറവാണെങ്കിൽ ഒരു താമര അന്നത്തെ ദിവസം നമുക്ക് നടക്കി വെച്ചാൽ മതി. അപ്പം ഇത്രയും കാര്യങ്ങൾ വിനായക ചതുർത്ഥി ദിവസം ഭക്തജനങ്ങൾ ഭക്തിപൂർവ്വം ചെയ്യാൻ നിങ്ങളുടെ കുടുംബത്ത് ഐശ്വര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഒന്നുമില്ലെങ്കിൽ നമ്മൾ വിനായക ചതുർത്ഥി ദിവസം ഭഗവാനെ പോയി ഒന്ന് കാണുക. നമുക്ക് യഥാശക്തികൾ വഴിപാടുകൾ ചെയ്യുക, നമ്മുടെ ദുഃഖങ്ങൾ ഭഗവാനോട് പറയാം. ഉറപ്പായിട്ടും അടുത്ത വിനായക ചതുർത്ഥിക്ക് ഇപ്പുറം ഈ പറയുന്ന കാര്യങ്ങൾ ഭക്തിപൂർവ്വം ചെയ്യുവാണെങ്കിൽ ഭക്തജനങ്ങളെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ സാധ്യമാക്കി തരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഭക്തജനങ്ങൾ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പരിഹരിച്ച് തരുന്നതാണ്.